ഇന്ന് നമുക്ക് ബാഡ് ബോയ്സ് എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ. നാട്ടിലെ പേര് കേട്ട ഗുണ്ടകൾ, പക്ഷെ അതെല്ലാം കള്ളമാണെങ്കിലോ? അതെന്തെന്നറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കിടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് പുതുതായി പള്ളിയിലേക്ക് എത്തുന്ന കൊച്ചച്ഛനായ ജോയിയെ പള്ളിയിലേക്ക് കൊണ്ടുവരികയാണ് പ്രമാണിയായ റോക്കി. റോക്കി ജോയിയോട് നാടിനെ പറ്റിയൊക്കെ പറയും. ആ നാട്ടിലെ കുറച്ച് കുഴപ്പക്കാരാണ് ആന്റപ്പൻ എന്നൊക്കെ റോക്കി പറയുന്നുണ്ട്. ജോയിയെയും കൊണ്ട് അച്ഛനടുത്തേക്കാണ് റോക്കി വന്നതും. പള്ളിയിലെത്തിയ ജോയി ആണെങ്കിൽ ലാസ്റ്റ് സപ്പർ ഫോട്ടോയ്ക്ക് താഴെയായി ബാഡ് ബോയ്സ് എന്ന് എഴുതിയിരിക്കുന്നത് കണ്ട് അച്ഛോ, ഈ എഴുതിയിരിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ശരിക്കൊന്ന് വായിച്ചു നോക്കാനായി അച്ഛൻ പറയുന്നു. സ്പോൺസർഡ് ബൈ ബാഡ് ബോയ്സ് എന്നായിരുന്നു അത്. അല്ലച്ചോ, ആരായി ബാഡ് ബോയ്സ് എന്നും ജോയ് ചോദിക്കും. ശരിക്കും പറഞ്ഞാൽ ബാഡ് ബോയ്സ് ഇവിടത്തെ പഴയ ക്ലബാണ്. ഇവന്മാരെ കുറിച്ച് പറയാൻ കുറച്ചുണ്ട്. ആന്റപ്പൻ, സിന്റപ്പൻ, ചക്കര, അലോഷ് ഇവരൊക്കെയാണ് ഇതിന്റെ മെയിൻ. പിന്നെ ഇവന്മാര് ബാഡ് ആണോന്ന് ചോദിച്ചാൽ ഗുഡാണ്, ഗുഡാണോന്ന് ചോദിച്ചാൽ ബാഡാണ്. പ്രത്യേകിച്ച് കഥയില്ലാത്തവന്മാരാണ് ഇവന്മാർ. പക്ഷെ ഇവന്മാര് തന്നെ ഇവന്മാരെ പറ്റി ഒരുപാട് കഥയുണ്ടാക്കിയിട്ടുണ്ടെന്നും കപ്പിയാര് പറയും. വരുന്ന വഴിയിൽ റോക്കി പറഞ്ഞ ആന്റപ്പൻ ഈ ആന്റപ്പൻ ആണെന്ന് ജോയി അച്ഛനും മനസ്സിലായി. അങ്ങനെ അച്ഛനാണെങ്കിൽ ആ 4 പേരെ പറ്റി പറയുവാനായും ആരംഭിച്ചു. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഈ 4 പേരും സ്കൂളിൽ പഠിക്കുന്ന ടൈം. അന്ന് പ്രമാണിയുടെ മകനായ റോക്കിയാണെങ്കിൽ ഇവരെ വല്ലാതെ കളിയാക്കുകയും ടോർച്ചർ ചെയ്യുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാനുള്ള മനസ്സൊന്നും ആന്റപ്പനില്ല. അവന്റെ മനസ്സ് മുഴുവൻ അവൻ ഇഷ്ടമുള്ള പെണ്ണിലായിരുന്നു, മേരി. മേരിയെ പ്രപ്പോസ് ചെയ്തപ്പോൾ അവളൊരു കാര്യം ആവശ്യപ്പെട്ടു. തോറ്റു പഠിക്കുന്ന ആന്റപ്പൻ പരീക്ഷ പാസ്സാകണമെന്ന്. പക്ഷെ അതും നടന്നില്ല. അവൻ വീണ്ടും തോറ്റു. മേരി അതിനവനെ കളിയാക്കി ചിരിക്കും. മേരിയുമായിട്ടുള്ള എല്ലാം അവസാനിപ്പിക്കുവാനായിട്ടും തീരുമാനിച്ച സമയമായിരുന്നു. മേരിയെ ഒരുത്തൻ ബസ്സിൽ വെച്ച് ശല്യം ചെയ്തതും അവൾ തിരിച്ചടിച്ചപ്പോൾ അയാളും അവളെ തിരിച്ചടിച്ച് മേരിയുടെ പല്ലി പോയ കാര്യവും ആന്റപ്പൻ അറിഞ്ഞത്. മേരിയെ കാണാനായി എത്തിയപ്പോൾ കരഞ്ഞുകൊണ്ടിരുന്ന മേരി പറഞ്ഞത്, എന്റെ അപ്പൻ ഉണ്ടായിരുന്നെങ്കിൽ അവന്മാരെയൊക്കെ ഇടിച്ച് പറത്തിയേനെ എന്നായിരുന്നു. അത് കേട്ട പാതി കേൾക്കാത്ത പാതി ആന്റപ്പനാണെങ്കിൽ നേരെ അവർക്കടുത്തേക്ക് പോയി. അവന്മാരെ നാട്ടുകാർക്ക് മുന്നിലിട്ട് തല്ലിച്ചതച്ചു. അതോടെ കണ്ടുനിന്ന മേരിക്ക് ആന്റപ്പനോട് പ്രണയമായി. ആ ഒരു പ്രശ്നത്തോടെ ആന്റപ്പനും കൂട്ടരും പേര് കേട്ട ഗുണ്ടകളായി. വളർന്നു വലുതായപ്പോഴും തല്ലുകൂടുന്നതിന് ഒരു കുറവുമില്ല. പക്ഷെ അതൊക്കെ ഫേക്കാണെന്നേ ഉള്ളൂ. നാട്ടുകാർക്ക് മുന്നിൽ പട്ടിഷോയ്ക്ക് വേണ്ടിയിട്ട് കാശ് കൊടുത്ത് ആളിനെ ഇറക്കി തല്ലിക്കും. അതാണ് സത്യം. ആന്റപ്പൻ മേരിയെ തന്നെ അങ്ങ് കെട്ടി. അവർക്കൊരു പെൺകുഞ്ഞുമുണ്ട്. ആന്റപ്പന്റെ അച്ഛനാണെങ്കിൽ ഉണ്ടായിരുന്ന സ്വത്തെല്ലാം വിറ്റ് ലോകം ചുറ്റുവാ. ആകെയുള്ളത് വീടും ഒരു റിസോർട്ടും മാത്രമാണ്. അമ്മച്ചി മരിക്കും മുമ്പ് അത് ആന്റപ്പന്റെ പേരിൽ എഴുതി വെച്ചതിനാൽ ആകെയുള്ളത് അത് രണ്ടും മാത്രമാണ്. റിസോർട്ടൊക്കെ നോക്കി നടത്തുകയാണ് 4 പേരും കൂടെ. പള്ളിയുടെ മീറ്റിംഗിൽ പങ്കെടുക്കാനായി എത്തുമ്പോഴും റോക്കി ആന്റപ്പന്റെ അപ്പച്ചനെ കളിയാക്കി പറഞ്ഞുകൊണ്ടേയിരിക്കും, അപമാനിക്കുകയും ചെയ്യും. അവിടെ വെച്ച് റോക്കിയുമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം അച്ഛനൊക്കെയാണ് പരിഹരിച്ചതും. പുറത്തു വന്ന ആന്റപ്പനും കൂട്ടരും അതിന് പ്രതികാരമായി റോക്കി ജെട്ടി ബിസിനസ് ചെയ്യുന്ന പോസ്റ്റർ വെച്ചിരുന്നു. ആ പോസ്റ്റർ കല്ലെറിഞ്ഞങ്ങ് നശിപ്പിച്ചു. ആന്റപ്പനും കൂട്ടരും ആളിറക്കി തല്ലുകൂടുകയാണെന്ന് അവരോട് കൂട്ടുള്ള പോലീസിന് അറിയാമായിരുന്നു. ഇപ്പോൾ പേര് കേട്ട ഗുണ്ടയാരെന്നും ആന്റപ്പൻ പോലീസിനോട് ചോദിക്കുന്ന സമയത്ത് വെട്ടുകാട് ബെൽസൺ. സദ്യക്ക് പപ്പടം വിളമ്പാത്തവനെ വെട്ടിയിട്ട് ജയിലിൽ പോയവനാ ഈ ബെൽസൺ. ഇന്ന് കേരളം ഭരിക്കുന്നത് അവന്മാരാ. പേരുകേട്ട ഗുണ്ടകളായ കാളിക്കാവ് സുനി, ആൽത്തറ അമ്പാടി ഇവരൊക്കെ ബെൽസന്റെ ശിങ്കിടികളാ. വെട്ടാനും കൊല്ലാനും ചാവാനും മടിയില്ലാത്ത 500-ലധികം പോരാളികളുള്ള ഒരേ ഒരു തേരാളി, അതാണ് ബെൽസൺ എന്ന് പോലീസ് പറയുന്നു. ആരായാലും പ്രശ്നമില്ല, വെട്ടുകാട് ബെൽസൺ എങ്കിൽ വെട്ടുകാട് ബെൽസൺ വരുത്ത്. അവനെ വെട്ടി നാട്ടുകാരുടെ മുന്നിൽ പോയ വില തിരിച്ചു പിടിക്കണമെന്നും 4 പേരും തീരുമാനിക്കും. മാത്രവുമല്ല, അടുത്ത ദിവസം സ്വിമ്മിംഗ് പൂൾ ഉദ്ഘാടനത്തിനായിട്ട് ഹണി റോസ് വരുന്നു. പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നും പോലീസ് പറഞ്ഞതനുസരിച്ച് രാവിലെ തന്നെ 4 പേര് പോകാനിറങ്ങി. ആന്റപ്പന് വിശ്വാസമില്ലാത്ത മേരിയാണെങ്കിൽ ആന്റപ്പനൊപ്പം മകളെയും കൂട്ടിക്കൊണ്ടു പോകും. പോകുന്ന വഴിയിൽ വെച്ച് മേരിയുടെ മാലയാണെങ്കിൽ ബൈക്കിൽ വന്നവർ പൊട്ടിച്ചുകൊണ്ടുപോയി. അവരെ പിടിക്കുവാനായിട്ട് പോകുന്നതിനിടയിൽ ആന്റപ്പന്റെ കാറാണെങ്കിൽ ഒരു ജീപ്പുമായിട്ട് കൂട്ടിയിടിച്ചു. ആ ജീപ്പുകാരന്റെ മിസ്റ്റേക്കാണത്. ജീപ്പുകാരനടുത്ത് പ്രശ്നമുണ്ടാക്കുവാനായിട്ട് ആദ്യം ചെന്നത് അലോഷായിരുന്നു. ജീപ്പിൽ നിന്ന് പുറത്തിറങ്ങിയതോ ബെൽസണും. ബെൽസൺ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അലോഷിനെ തല്ലി കുറ്റിക്കാട്ടിലെറിഞ്ഞു. അത് ചോദിക്കാനായി എത്തി ചക്കരയെയും തല്ലി. എന്നാൽ പുറകിലൂടെ വന്ന ആന്റപ്പനാണെങ്കിൽ തടി കൊണ്ട് ബെൽസന്റെ തലക്കടിച്ചു. ബെൽസന്റെ ബോധവും പോയി. അപ്പോഴാണ് വണ്ടിയുടെ പുറത്തുള്ള സ്റ്റിക്കർ അവർ കണ്ടത്. ബെൽസൺ ആണെന്ന് മനസ്സിലായ ഉടനെ തന്നെ പേടിച്ച് ബെൽസനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുവാനായും ചക്കരയും ആന്റപ്പനും പൊക്കിയെടുക്കുമ്പോഴാണ്
കുറ്റിക്കാട്ടിൽ വീണ അലോഷാണെങ്കിൽ തടിയുമായി വന്ന് വീണ്ടും ബെൽസന്റെ തലക്കടിച്ചു. അതോടെ ബെൽസൺ കോമയിലായി. ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ലെന്ന് മനസ്സിലാക്കി ആന്റപ്പനും കൂട്ടരും മേരിയെയും കുഞ്ഞിനെയും കൂട്ടി നാട് വിടുവാനായും തീരുമാനിച്ചു. അപ്പോഴാണ് അറിയുന്നത് മേരിയുടെ കഴുത്തിൽ കിടന്ന മാല മുക്കുപണ്ടമായിരുന്നെന്ന്. ചേസിംഗ് നടത്തുമ്പോൾ പറയാത്ത മേരി ഇപ്പോഴത്തെ പറഞ്ഞതിന് എല്ലാവരും അവളെ വഴക്ക് പറഞ്ഞു. പോകുവാനായി ഇറങ്ങിയപ്പോൾ കുറെ കാറിലായിട്ട് ഗുണ്ടകൾ എത്തുകയാണ്. കാളിക്കാവ് സുനിയും ആൽത്തറ അമ്പാടിയും അവരുടെ ഗുണ്ടകളുമായിരുന്നു അത്. അവരെ കണ്ട് പേടിച്ച് സിന്റപ്പനും ചക്കരയും അലോഷും പിന്നെ മേരിയും കുഞ്ഞും അകത്ത് കയറി കഥ കടച്ചു. ദേ പുറത്ത് ആന്റപ്പൻ മാത്രം. വീടിന് മുറ്റത്ത് സുനിയും അമ്പാടിയും. ആരാടാ ബെൽസന്റെ തലയടിച്ച് പൊളിച്ചത് എന്നൊക്കെ വിരട്ടുമ്പോൾ ആന്റപ്പൻ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളോർത്ത് മൂവരും ഞങ്ങളാണെന്ന് പറഞ്ഞ് കഥക് തുറന്ന് പുറത്തേക്ക് വരും. ആന്റപ്പനപ്പോൾ സന്തോഷമായി. അപ്പോഴേക്കും അമ്പാടിയും സുനിയും പറയും, ബെൽസൺ പോയതോടെ ഞങ്ങൾ അനാഥരായി. ഇനി നിങ്ങളാണ് ഞങ്ങൾക്ക് നാഥൻ. എന്തുണ്ടെങ്കിലും പകുതി പകുതി. അടിയായാലും ഇടിയായാലും പണമായാലും. പിന്നെ പണം വരുന്നത് നിങ്ങളുടെ ഭാഗ്യം കണക്ക്. ബെൽസനെ തല്ലി കോമയിലാക്കിയത് നിങ്ങളാണെന്ന് പുറത്തറിഞ്ഞാൽ നിങ്ങളെ കൊത്തിക്കൊണ്ടു പോകാൻ ആളുണ്ടെന്ന് അവർ പറയുന്ന സമയം തന്നെ രണ്ടു കൂട്ടരും വന്നത് ഇവരെ കൊല്ലാനാണെന്ന് കരുതി പോലീസും അവിടെ എത്തി. കൂടാതെ റോക്കിയുമുണ്ട്. പാവപ്പെട്ട ഗുണ്ടയെ അടിച്ച് കോമയിലാക്കി ഇവരെ അറസ്റ്റ് ചെയ്യണമെന്ന് റോക്കി മീഡിയക്കാരെ കൊണ്ട് പറയിക്കുന്നു. ആകെ പ്രശ്നം. അങ്ങനെ വേറെ വഴിയില്ലാത്ത പോലീസാണെങ്കിൽ 4 അറസ്റ്റ് ചെയ്തു. ആ ഒരു ജയിൽ യാത്ര അവരുടെ ജീവിതം മാറ്റിമറിച്ചുവെന്ന് തന്നെ പറയാം. 2 മാസം കഴിഞ്ഞ് 4 പേരും പുറത്തിറങ്ങി. അവരെ കാത്ത് വീടിന് മുന്നിൽ ഗുണ്ടകളുണ്ടായിരുന്നു. സുനിയുടെയും അമ്പാടിയുടെയും ആളുകൾ. വീട്ടിലെത്തിയപ്പോൾ മേരി സ്വീകരിക്കാനായി നിൽപ്പുണ്ട്. മേരി ആകെ മോഡേണായിരിക്കുന്നു. മാത്രവുമല്ല വീടിനുള്ളിൽ പുതിയ പുതിയ ഫർണിച്ചർ. ആകെ മാറ്റം. സുനിയും അമ്പാടിയും അകത്തേക്ക് വന്നു. പലിശക്കാരെല്ലാം ദേ ഇപ്പോൾ ആന്റപ്പന്റെ ഹെൽപ്പിനായി എത്തിയിരിക്കുകയാണ്. ഇത്രയും നാളത്തെ കൊട്ടേഷന്റെ കാശ് പകുതി അവർ ആന്റപ്പന് നൽകി. ആന്റപ്പനാണെങ്കിൽ ആകെ ടെൻഷനിലാണ്. മേരി പറയുന്നത് അവരോടൊപ്പം നിന്ന് കുറച്ച് കാശുണ്ടാക്കണം. ആന്റപ്പനെ അതിനവൾ പ്രേരിപ്പിക്കുകയും ചെയ്തു. അടുത്ത ദിവസം ആന്റപ്പനെയും കൂട്ടി ആന്റപ്പന്റെ ആദ്യ കൊട്ടേഷനായിട്ട് അമ്പാടിയും സുനിയും പോവുകയാണ്. കൂടാതെ 3 പേരുമുണ്ട്. ബെൽസൺ ഉറപ്പിച്ച കരാർ നടക്കാതായപ്പോൾ കാശ് തരാനുള്ള ഫിറോസിനെയും പാർട്ട്ണറിനെയും വിരട്ടി കാശ് വാങ്ങുക. അതാണ് ആദ്യത്തെ ഡ്യൂട്ടി. അത് കൃത്യമായി ധൈര്യത്തോടെ ആന്റപ്പൻ ചെയ്തു. പുറത്തിറങ്ങിയതും ആന്റപ്പനെ അതിനവർ അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്തു. അതേസമയം തന്നെ പുതുതായി ചാർജ് എടുത്ത SI ആയ അംജിത് ഖാൻ അവിടെ എത്തുകയാണ്. പോലീസിനെ കണ്ടതും സുനിയും അമ്പാടിയും അവിടെ നിന്ന് എസ്കേപ്പായി. പോലീസ് ആന്റപ്പനിൽ നിന്നും പിടിച്ചെടുത്തത് ഒരു തോക്കായിരുന്നു. അത് കളിത്തോക്കാണെന്ന് മനസ്സിലാക്കി SI ആണെങ്കിൽ നിന്നെ ഞാൻ ഒരിക്കൽ പൂട്ടുമെന്ന് വെല്ലുവിളിച്ചു. അങ്ങനെ ഇരിക്കെ നാട്ടിൽ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കൂടുന്നതും അതുപയോഗിച്ച് പ്രശ്നമുണ്ടാക്കുന്നവരുടെയും കാര്യം അച്ഛൻ അറിയും. അച്ഛൻ വരുന്ന വഴിയിൽ തന്നെ ഒരു പയ്യനാണെങ്കിൽ ലഹരി ഉപയോഗിച്ച് സോംബിയെ പോലെ പെരുമാറി. ഒരുവിധം അവനെ പിടിച്ചു കെട്ടി അച്ഛൻ ഹോസ്പിറ്റലിലും കൊണ്ടുപോയി. ഇതെല്ലാം നാട്ടിൽ നിന്ന് തുടച്ചു നീക്കാനുള്ള ഹെൽപ്പാണെങ്കിൽ അച്ഛൻ ആന്റപ്പനോട് ആവശ്യപ്പെട്ടു. ചെയ്യാം, പകരം എനിക്ക് റോക്കി പള്ളി കമ്മിറ്റിയിലുള്ള റോക്കിയുടെ സ്ഥാനമുണ്ടല്ലോ, ഇനി അത് എനിക്ക് തരണമെന്നും ആന്റപ്പൻ ആവശ്യപ്പെട്ടു. അത് കേട്ട അച്ഛൻ പറയുന്നത്, തരുന്നതിന് എനിക്ക് ഒരു പ്രശ്നവുമില്ല, എനിക്ക് നല്ല താല്പര്യം തന്നെയാണ്, പക്ഷേ നാട്ടുകാർ സമ്മതിക്കേണ്ടതുണ്ട് എന്നായിരുന്നു അച്ഛന്റെ മറുപടി. നാട്ടുകാരെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കാമെന്ന് പറഞ്ഞ് അത് സമ്മതിപ്പിക്കാനുള്ള വഴി ആലോചിക്കുകയാണ് ആന്റപ്പനും കൂട്ടരും അതിനൊരു ഐഡിയ കണ്ടെത്തി. കുറച്ചുപേരെ ഇറക്കിയിട്ട് ലഹരി സപ്ലൈ ചെയ്യുന്ന ടീമായിട്ട് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുക. അങ്ങനെ സുനിയും അമ്പാടിയും ചേർന്ന് 3 പേരെ ഇറക്കി. അവരും ഗ്യാങ്ങും നാട്ടിലാകെ പ്രശ്നമുണ്ടാക്കി. ലഹരി കച്ചവടം. അവരെ പിടികൂടാനായിട്ട് പോയ അംജിത് ഖാനും റോക്കിക്കും നല്ല തല്ലും കിട്ടി. റോക്കിയാണെങ്കിൽ ജെട്ടിപ്പുറത്ത് ഓടുന്ന വീഡിയോ ആകെ വൈറലായി. നാട്ടുകാരാകെ കണ്ടു. അതോടുകൂടി കമ്മിറ്റി സ്ഥാനം റോക്കിക്ക് നഷ്ടമായി. ആന്റപ്പൻ ആ സ്ഥാനം കിട്ടി. ആ സന്തോഷം ആഘോഷിക്കവേ ആന്റപ്പനൊരു കോൾ വരും. നിന്റെ ഘാതകനാടാ ഞാൻ. നീ എന്താ പറഞ്ഞത്? ലഹരി മാഫിയയെ തുടച്ചു നീക്കുമെന്നോ? നിന്നെ ഞാൻ കൊല്ലുമടാ. സുനിയും ടീമും ഇറക്കിയ ആളായിരിക്കും തല്ലിയതെന്നാണ് ആന്റപ്പൻ കരുതിയതും. പക്ഷേ അല്ല. പോലീസിനെ തല്ലണമെന്ന് അറിഞ്ഞിട്ട് ആ ഏർപ്പാടാക്കിയവരുണ്ടല്ലോ, അവർ വന്ന വഴിയെ തന്നെ തിരിച്ചുപോയി. എന്നാൽ അടി കിട്ടിയത് യഥാർത്ഥ ലഹരി മാഫിയയുടെ കയ്യിൽ നിന്നായിരുന്നു. വലിയൊരു ഗ്യാങ് അതിന് പിന്നിലുണ്ട്. അടുത്ത ദിവസം ആന്റപ്പന്റെയും ഗ്യാങ്ങിന്റെയും താവളത്തിൽ ബൈക്കിലെത്തിയ കുറച്ചുപേരാണെങ്കിൽ 4 തല്ലി അവശതയിലാക്കി. സംഭവം കൈവിട്ടു പോകുമെന്ന് മനസ്സിലാക്കിയ സുനിയും അമ്പാടിയും സ്ഥലം വിടുകയാണ്. ഹോസ്പിറ്റലിൽ കിടക്കവേ ചക്കരയ്ക്കും സിന്റപ്പനും പെണ്ണും സെറ്റായി. കുറച്ചു ദിവസം കഴിഞ്ഞതും 2 പേരുടെയും വിവാഹവും കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ ലഹരി മാഫിയുടെ ഒളിത്താവളമാണെങ്കിൽ അംജിത് ഖാൻ കണ്ടെത്തി. ആന്റപ്പനോടും കൂട്ടരോടും അത് പറഞ്ഞു. സഹായവും ആവശ്യപ്പെട്ടു. താവളത്തിലേക്ക് 4 പേരും എത്തും. അന്നവരെ തല്ലിയ ആ പയ്യന്മാരും അവരുടെ ഗ്യാങ്ങുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വലിയൊരു ഫൈറ്റ് നടക്കും. മുഖം മൂടിയ 2 പേരുമുണ്ട്. അംജിത് ഖാനും കൂട്ടരും അവിടേക്കെത്തി.
എല്ലാത്തിനെയും പിടിച്ച് മീഡിയയ്ക്ക് മുന്നിലേക്കും കൊണ്ടുവന്നു. രണ്ടുപേരുടെ മുഖംമൂടി മാറ്റിയപ്പോഴാണ് എല്ലാവരും ഞെട്ടിയത്. ആ നാട്ടിലെ മാതൃകാ അധ്യാപികയായ ആനി ടീച്ചറിന്റെ 2 മക്കൾ ഹെൻറിയും ഹാൻസണുമായിരുന്നു. ആന്റപ്പനെ ഞെട്ടിപ്പോകും. ആന്റപ്പനെ പഠിപ്പിച്ച ടീച്ചറാണ് ഈ ആനി ടീച്ചർ. പോലീസ് അവരെ കൊണ്ടുപോകുന്ന സമയത്ത് 4 പേരെയും രൂക്ഷമായി നോക്കിക്കൊണ്ടാണ് അവർ 2 പേരും പോകുന്നതും. ടീച്ചർക്ക് അതറിയില്ലായിരുന്നു. തന്റെ മക്കൾ നേർവഴിക്കല്ല എന്ന് മനസ്സിലാക്കിയ ടീച്ചറാണെങ്കിൽ ചങ്ക് പൊട്ടിയാണ് മരിച്ചത്. അതോടെ 2 ആൾക്കും ആന്റപ്പനോട് വാശിയായി. ജയിലിൽ നിന്നിറങ്ങിയ 2 ആളും ആന്റപ്പനെ കാണാനെത്തി. കുടുംബത്തോടെ നിന്നെ തീർത്ത് കളയുമെന്ന് ആന്റപ്പനെ അവർ വെല്ലുവിളിച്ചപ്പോൾ തന്റെ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പേടിച്ച ആന്റപ്പനാണെങ്കിൽ അവരെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. അടുത്ത ദിവസം ഹാൻസൺ ആണെങ്കിൽ ലോറി തട്ടി മരിക്കുകയാണ്. അതിനു പിന്നിൽ ആന്റപ്പനാണെന്ന് കരുതി ഹെൻറി ആണെങ്കിൽ തന്റെ കൂട്ടാളികളുമായി രാത്രിക്ക് രാത്രി തന്നെ ആന്റപ്പന്റെ വീട് കയറി ആക്രമിച്ചു. ആന്റപ്പന്റെ ഭാര്യയും കുഞ്ഞിനെയും വരെ അവരുപദ്രവിച്ചു. എന്നാൽ തിരിച്ചടിക്കാൻ പറ്റാത്ത സാഹചര്യമായി പോയി ആന്റപ്പനെയൊക്കെ അവർ കീഴ്പ്പെടുത്തിയിരുന്നു. അതേസമയം തന്നെ ആരും പ്രതീക്ഷിക്കാതെ ബെൽസനും കൂട്ടരും അവിടേക്ക് വരികയാണ്. എന്നാൽ എല്ലാവരും കരുതുന്നത് ബെൽസൺ വന്നിട്ട് ആന്റപ്പനെയൊക്കെ തല്ലുമെന്നല്ലേ. പക്ഷെ തല്ലിയില്ല. ആന്റപ്പനെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. തന്റെ ജീവൻ രക്ഷിച്ചതിന് നന്ദി എന്നാണ് ബെൽസൺ പറഞ്ഞത്. കാരണം എന്തെന്നാൽ കോമയിൽ നിന്ന് ഉണർന്ന് കിളി പോയ ബെൽസണിനോട് രക്ഷിച്ചത് ആന്റപ്പനാണെന്ന് സുനിയും അമ്പാടിയും കള്ളം പറഞ്ഞു. അങ്ങനെയാണ് തന്നെ രക്ഷിച്ചത് ആന്റപ്പനാണെന്ന് കരുതി അവിടേക്ക് ബെൽസൺ വന്നതും. ആന്റപ്പൻ എന്തോ പ്രശ്നത്തിലാണെന്ന് മനസ്സിലാക്കിയ ബെൽസൺ ആണെങ്കിൽ തന്നെ രക്ഷിച്ച ആളല്ലേ എന്ന് ചിന്തിച്ച് ഹെൻറിയും കൂട്ടരുമായിട്ട് ബെൽസണും ഗ്യാങ്ങും ഫൈറ്റ് നടക്കും. ഒടുവിൽ ആന്റപ്പനെ ഹെൻറിയെ തല്ലാനായിട്ട് തോന്നിയില്ല. കാരണം തന്റെ ടീച്ചറിന്റെ മകനല്ലേ. കുഞ്ഞുനാള് മുതൽ ഇവർക്കറിയാം. ആ കഥയെല്ലാം കേട്ടുകൊണ്ടിരുന്ന ജോയി അച്ഛനോട് ചോദിക്കും, പിന്നെ ഹെൻറിയെ വെറുതെ വിട്ടോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല, അവനെ അവരിൽ ഒരാളാക്കി ചേർത്ത് നിർത്തി ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി അവനെ നേരെയാക്കി. ഇപ്പോൾ ആന്റപ്പനും കൂട്ടർക്കും ഒപ്പമാണവർ. ഒരു ഫാമിലിയെ പോലെയാണ് അവർ കഴിയുന്നത്. അത് കേട്ട ജോയി ആണെങ്കിൽ സ്വന്തം ചേട്ടനെ കൊന്നവർക്കൊപ്പമാണോ, എങ്ങനെ സഹകരിക്കുന്നു അവൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് കേട്ട അച്ഛൻ പറയുന്നത്, ആര് കൊന്നെന്നാ? ലോറി ഇടിപ്പിച്ചത് മറ്റൊരാളാ എന്ന് പറയും. അതാരാണെന്നാണ് പിന്നീട് കാണിക്കുന്നത്. അത് ചെയ്തത് ആ നാട്ടിലെ ഹോസ്പിറ്റലിലെ ഫേമസ് ഡോക്ടറായിരുന്നു. അവയവ മാഫിയാണ് ഡോക്ടറിന്റെ പണി. അതിലൊരു ഇരയായിരുന്നു ഹാൻസണും. അങ്ങനെ അംജിദ് ഖാൻ ആണെങ്കിൽ ഡോക്ടറിനെ അറസ്റ്റും ചെയ്യുകയാണ്. ഒറ്റക്കെടുത്തതോ അതേ ഹോസ്പിറ്റലിലെ തന്നെ നഴ്സുമാരും. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.